Hello guys, welcome back to our channel. ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ വ്ളോഗ് വീഡിയോ ക്ലിയർ ഇല്ല കേട്ടോ, രാത്രി ആയതുകൊണ്ടോ. സോ ഇവിടെ എന്താണ് മുടിയൊക്കെ പ്രശ്നം. സോ നമ്മൾ ഇന്ന് രാത്രിയിൽ എന്താ വെച്ചാൽ നമുക്ക് പൈച്ചതല്ല ഗൈസ്, നമുക്കൊരു ഞാൻ ആക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തട്ടിക്കുട്ടി ഒരു ബ്രൗണി എന്നല്ല, എന്നാലും അങ്ങനത്തെ ഒരു നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ആക്കണമെന്നൊരിത്, അങ്ങനെ നമ്മൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ബ്രൗണിയാണ് ഗൈസ് ഇന്ന് പ്രിപ്പയർഡ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലുള്ളതൊക്കെ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വീഡിയോ വീണ്ടും എനിക്കൊരു വീഡിയോ ഒക്കെ ഇടാൻ തോന്നും ഗൈസ്. പിന്നെ ഇനി നമ്മൾ ചാലഞ്ച് വീഡിയോസൊക്കെ ചെയ്യാം. എൻ്റെ ഇൻട്രൊഡക്ഷൻ ഗൈസ്, ഇൻട്രൊഡക്ഷൻ വീഡിയോസൊക്കെ ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ സിസ്റ്ററാണ് ഇപ്പോൾ ഈ പരിപാടി എടുക്കാൻ പോകുന്നത്. ഞാനതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു, അത്ര തന്നെയാണ്. പിന്നെ അടുത്ത ചാലഞ്ചൊക്കെ വരും ഗൈസ്, അപ്പോൾ സ്റ്റേ ട്യൂൺ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ബ്രൗണി ഉണ്ടാക്കാൻ പോകുന്നത്. സുഖമില്ല ഗൈസ് കുറച്ച് ദിവസമായിട്ട്, അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ സിബ്ലിങ്സ് കോർഡിനേറ്റ് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളെല്ലാവരും നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ അറിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ചാലഞ്ച് വീഡിയോസൊക്കെ ഞാൻ വിചാരിച്ച് രണ്ടാളായിട്ട് നല്ല ചാലഞ്ചിങ് വീഡിയോ. ഇപ്പം നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അങ്ങനെ കിച്ചണിലേക്ക് വന്ന് ഗൈസ്. അപ്പോഴത്തേക്കും ഒരു പാത്രവും മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോട്. ഇത് ഇതിനായിട്ട് വാങ്ങാൻ ചാനോട് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. മുട്ട ഞാൻ കണക്കിന് പറഞ്ഞതാണ്. അല്ല, എന്നിട്ട് ഇത് നല്ല ശ്രദ്ധയല്ല ഗൈസ്, നല്ല പാങ്ങിലായിന്നാണോട് വിചാരിക്കുന്നത്. എന്തായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഹെൽത്തി ഇല്ല ഗൈസ്, സേഫ്റ്റി ഓയിൽ ഗൈസ് ഇത്. എന്നിട്ട് നമ്മൾ മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ട് 3 മുട്ടയാണ് നമ്മൾ ഇതിലിട്ടത്. 3 നമുക്ക് അതിലധികം ഇടാം. മുട്ട ഇട്ട് അത്ര സോഫ്റ്റ് ആവും. പക്ഷെ എന്തെല്ലോ ആയിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിനി. ഓരോരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആർക്കും അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ തന്നെ അത് കഴിച്ച് തീർത്തതാണ് ഗായ്സ്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 3 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഈ പാത്രം നല്ലോണം ക്ലീനായ പാത്രമായിരിക്കണം. പക്ഷെ ഇതിനൊക്കെ ആയിട്ട് അങ്ങനെ വെള്ളത്തിന് ഇട്ടുപോയി ഗൈസ്. പിന്നെ കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതിൽ. വെച്ചാൽ നെയ്യ് ഇട്ടിട്ട് ബീറ്റ് ചെയ്തു പോയി. അങ്ങനെ അത് നല്ലോണം പതിഞ്ഞിട്ട, അതാണ് വലിയ പ്രശ്നം. നമ്മൾ നെയ്യിട്ട് കഴിഞ്ഞാൽ അത് ഓയിലായിട്ട് നിൽക്കും, സ്റ്റിഫി ആയിട്ട് നിൽക്കും. അപ്പം നമുക്കത് ബീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് പതിഞ്ഞ് വരില്ല. അപ്പം ഞാൻ വിചാരിച്ച പോലെ വന്നിട്ട. പിന്നെ അതിലേക്ക് വേണ്ടത് ഏലക്കായ് കുറച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇട്ട് കൊടുത്തത്. ബ്രൗണിയിൽ ഏലക്കായ ആവശ്യം, മുട്ടമണം വരണ്ട വെച്ചിട്ട് ഇട്ടത്. പിന്നെ ബ്രൗണിന്നൊന്നും ഇത് പറയാൻ പറ്റില്ല, വേറെ പേരിട്ടു കേക്കാന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നല്ല കേട്ടോ അത് അടിക്കുന്നത്. എന്താ വെച്ചാൽ എടുത്ത ഇത് സ്വിച്ച് ബോർഡ് ശരിയില്ല. സ്വിച്ച് ബോർഡ് ശരിയുണ്ട്, അതിൽ ജ്യൂസ് മെഷീൻ കുത്തുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അപ്പുറത്തേക്ക് ആക്കി ഗൈസ്. അങ്ങനെ റൂമിൽ പോയിട്ടാണ് ഇത് അടിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്, കുറച്ച് പണിയുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാൽ ഉണക്കമുന്തിരി, അത് നല്ല ഉണ്ടാവുമല്ലോ, കടിക്കുമ്പോൾ ചോക്ലേറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉണ്ടാവും പറഞ്ഞിട്ട് അതും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുൾ വെറൈറ്റി ആയിട്ടാണ് ഗൈസ് പ്രിപ്പയർഡ് ആക്കുന്നത്. നമ്മൾ പിന്നെ ഫോണിൽ കണ്ടപ്പോൾ നാക്കല്ല, എനിക്ക് തോന്നി നമ്മൾ ഉണ്ടാക്കി കഴിക്കും. ബീറ്ററൊക്കെ ഇതവിടെ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇമ്പക്സിൻ്റെ ബീറ്ററൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് അടിച്ചിട്ട് വേണം പതയാതെ വരാൻ, അതാണ് കിച്ചണിൻ്റെ കാര്യം. ഇത് സാധാരണ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പക്കാരം, നെയ്യ് ഇപ്പോൾ ഇടരുത് ഗൈസ്, അതാണ് നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്. നിങ്ങൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇടാട്ടാ. അവർ നെയ്യിൻ്റെ മണം വേണ്ടിയിട്ട് അടിച്ച് ബീറ്റ് ചെയ്യുമ്പോൾ അതിൽ മണം വരുന്നിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷെ അത് ഫ്ലോപ്പായി പോയി, പതിന് വന്നിട്ടാ. അപ്പൊക്ക് നെയ്യൊന്നും കിട്ടുന്നില്ല ഗൈസ്, തോണ്ടി എടുക്കുന്നുണ്ട് അതിലൊക്കെ. അത് കട്ടിയായി പോയി ഗൈസ്, കുറേ ഫ്രിഡ്ജിലുണ്ടാകുന്നുണ്ട് ബുദ്ധിമുട്ട്.
അങ്ങനെ ഗൈസ് നമ്മൾ ബീറ്റാക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകണം ഗൈസ്. ഇതൊക്കെ ഒരു ടാസ്ക്കാണ്. അങ്ങനെ നമ്മൾ റൂമിൽ വന്നതാ പതയാത്ത സാധനം പതിപ്പിച്ച് കൊണ്ടേയിരിക്കുന്നു. ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ അടിച്ചിട്ടുണ്ടാവും ആയിരിക്കും. നമ്മൾ ചേച്ചി പതിനേഴ് ഗൈസ്. പിന്നെ നമുക്ക് മനസ്സിലായത് ഈ ഇട്ടോണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒക്കെ പറ്റിയോ നമുക്ക് അങ്ങനെ. അതുകൊണ്ടാണ് അല്ല കേക്ക് ആക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അതായത് ഈ മറ്റേ പിന്നെ അത് കുറച്ചധികം മുട്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി കേക്ക്. അങ്ങനെയാണ് അങ്ങനെ മടിച്ചടിച്ച് ഒരുവിധം ആക്കിയെടുത്ത്. പക്ഷെ ഇത് 10 മിനിറ്റൊന്നും ഇല്ല. പിന്നെ ഇതിലെ മിൽക്കെല്ലാം ഇട്ട് സെറ്റ് ആക്കിയതാണല്ലോ. അതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ ആയിപ്പോയത്. അങ്ങനെയിലേക്ക് നമ്മൾ ഉപ്പ് തേനിട്ടാന്ന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടാ. 1 ഇഞ്ച് ഉപ്പ് മതി. പക്ഷെ നേരത്തെ ഇട്ട് കുറച്ചിട്ടുണ്ട്. ഗൈസ് പിന്നെ ഇതാ അവള് 2 ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ള. നമ്മൾ ഫ്രിഡ്ജിൽ ഇപ്പോൾ എടുത്താണ്ട് കപ്പ് ഹോർലിക്സ് നമ്മൾ ഇത് നമ്മൾ മറ്റേ തട്ടിക്കൂട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇനി ബീറ്റാക്കിയിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് വേണോ ഇനി ഓരോർക്ക് പറയില്ല ഗൈസ്. പിന്നെ ഓട്സ് ഉണ്ട്, ഓട്സ് വേണോ വേണ്ടോ നിൽക്കുന്നത്. പക്ഷെ വേണ്ടാന്ന് തോന്നുന്നു. ഗൈസ് അപ്പോൾ 2 മുട്ടയിലാക്കല് ഇത് ഗൈസ്. ഇപ്പോൾ ബാറ്റർ പാല് ശരിയില്ല ഗൈസ്. അപ്പം നമ്മൾ നെക്സ്റ്റ് വൺ പാലാണ്. എടാ പാല് ഇക്കല്ലേ, പാല് മെൽട്ടാക്കി ഇങ്ങനെ കൂട്ടുന്നതാണ്, മെൽട്ടാക്കിയിട്ട് ഇക്കലാണ്. ഇനി ഇത് ജ്യൂസ് മിക്സർ അടിക്കാം. അതിനോട് അതിന് ബെല്ല പഞ്ചസാര ഇടാട്ടോ. നിങ്ങൾക്ക് വേണ്ടത്ര പഞ്ചസാര ഇടാം. നമ്മൾ കുറച്ചിടുന്നുണ്ട്. എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള നമ്മൾ ഫ്രിഡ്ജിൽ ഇപ്പോൾ എടുത്താണ്ട് കപ്പ് ഹോർലിക്സ് നമ്മൾ ഇത് നമ്മൾ മറ്റേ തട്ടിക്കൂട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ ഇനി ബീറ്റാക്കിയിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് വേണോ ഇനി ഓരോർക്ക് പറയില്ല ഗൈസ്. പിന്നെ ഓട്സ് ഉണ്ട്, ഓട്സ് വേണോ വേണ്ടോ നിൽക്കുന്നത്. പക്ഷെ വേണ്ടാന്ന് തോന്നുന്നു. ഗൈസ് അപ്പോൾ 2 മുട്ടയിലാക്കല് ഇത് ഗൈസ്. ഇപ്പോൾ ബാറ്റർ പാല് ശരിയില്ല ഗൈസ്. അപ്പം നമ്മൾ നെക്സ്റ്റ് വൺ പാലാണ്. എടാ പാല് ഇക്കല്ലേ, പാല് മെൽട്ടാക്കി ഇങ്ങനെ കൂട്ടൽ. ഇനി ഇത് ജ്യൂസ് മിക്സർ അടിക്കാം. അതിനോട് അതിന് ബെല്ല പഞ്ചസാര ഇടാട്ടോ. നിങ്ങൾക്ക് വേണ്ടത്ര പഞ്ചസാര ഇടാം. നമ്മൾ കുറച്ചിടുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതാ ഡയറി മിൽക്കിനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പൊട്ടിക്കാം. പഞ്ചസാര കാരമൽ ചെയ്ത് ഗൈസ് നമ്മൾ വേണ്ടാവെന്ന് പറയണ്ട, മനസ്സിലാവുന്നില്ല. ഗൈസ് ഇതാ നമ്മളിപ്പോൾ നമ്മുടെ ഡയറി മിൽക്ക് ഇങ്ങനെയൊക്കെ പീസലാക്കിയിട്ട് വെച്ചേ. വാവ് ഇഷ്ടം ഗൈസ്, നല്ല ടേസ്റ്റ് ഗൈസ്. ഇതാ ഇനി വാനില എസൻസ് ഒഴിക്കണം ഗൈസ്. അപ്പം ഞാനിപ്പം എന്താ പറയണ്ടേ, ചോക്ലേറ്റ് ഇട്ട് ഡയറി മിൽക്ക് ഇട്ട് ഇനി മീറ്റിംഗ് കൂടി ഇടണം. അപ്പോൾ സെറ്റാവും. നമുക്ക് നോക്കാം എന്താണ്. ഫോയിൽ പേപ്പർ അങ്ങനെ ഗൈസ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അടിയിലൊരു തട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വേഗം ഇങ്ങനത്തെ സംഭവമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വേഗം തന്നെ അടിക്കുടിക്കും. അപ്പം എണ്ണ ആവശ്യത്തിന് വെച്ചിട്ട് അത് സ്പ്രെഡ് ആക്കിയിട്ട് അതിന് മുകളിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഫോയിൽ വെച്ച ഫോയിൽ പേപ്പറല്ല ബട്ടർ പേപ്പർ. പിന്നെ നമ്മൾ അതിലേക്ക് ഇതിപ്പോൾ ഷുഗറിൻ്റെ പകരം ഷുഗർ മെൽട്ടാക്കിയിട്ടാണ് ഒഴിച്ചത്. പിന്നെ അത് വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ട് കാണുന്നില്ല, ഇപ്പോൾ കാണുന്നില്ല, കുറേ തപ്പി കിട്ടിയിട്ട്. അപ്പോൾ അത് മെൽട്ടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതാണ്. അതാണ് ഒരു ഗോൾഡ് കളറിൻ്റെ ഒരു വ്യത്യാസം കാണുന്നത് നിങ്ങൾക്ക്.
അങ്ങനെ ഗൈസ് ബാറ്റർ ഒഴിക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അത് സിമ്മിലിട്ടിട്ട് വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ എടുത്തത് ഗൈസ്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റും മോർലിക്സൊക്കെ ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ. അത് മീത്ത ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചത്. ഗൈസ് ഇത് പാങ്ങുണ്ടായിട്ട് ഗൈസ് വെറുതെ നമ്മുടെ മിഠായും കാര്യങ്ങളൊക്കെ പോയി. ഗൈസ് ഹോർലിക്സ് പൊടി പിന്നെ നമ്മളെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഒരു കോംപ്രമൈസ് ഇല്ല ടേസ്റ്റിന്. പിന്നെ മിൽക്ക് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ പറയണ്ട, കുറച്ച് പാല് മതി മതി മതി. നമുക്ക് വെള്ളം പോലെ തേക്കാം. അപ്പം ഉണ്ടാവാം അങ്ങനെ മതി. നാറി കുറോ കൊക്ക പോട്ടുണ്ടോ ഇവിടെ ഒരു കിലോ നമ്മളെല്ലാവരും പൊട്ടിച്ചു. അത് തേയുന്നില്ല. അങ്ങനെ ഇതിലേക്ക് അമ്മ ഒരു പാക്കറ്റോളം ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ടാവും. അത് വെച്ചാൽ ഒരു പാക്കറ്റിൽ അധികം ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് മൊത്തത്തിൽ 1.25 അങ്ങനെ ഇട്ടിട്ടുണ്ട് ഗൈസ്. രണ്ട് സാധനത്തിനും തിരി ഈ ഒരു ക്രീമിനും അങ്ങനെ അങ്ങനെ നമ്മ ഇപ്പോൾ തുറക്കാൻ പോവാണ് ഗൈസ്. അതിന് മുകളിലെ പാത്രമൊക്കെ എടുത്ത് അതങ്ങനെ താഴെ വീണു ഗൈസ്. താഴെ വീണു ഇല്ല. അങ്ങനെ നമ്മ വിചാരിച്ച പോലെ വന്നിട്ട് ഗൈസ് ഇങ്ങനെയാണ് ബ്രൗണി ഉണ്ടാവുക. പിന്നെ ഇത് കഴിക്കാൻ മാത്രം നല്ലതാണ്. അത് ഒഴിക്കുമ്പോൾ ഓവർ മധുരമായിട്ട് മന്തിപ്പ് പോലെ ആയിപ്പോയല്ലേ. ഓളൊന്നും കഴിച്ചിട്ട് ആ ഉമ്മാരി ഇവിടെ കഴിച്ചിട്ടാണ് അത് തീർത്തിട്ട് ഗൈസ്. പിന്നെ എന്താക്കി ചാടാൻ കഴിയില്ലല്ലോ. ഇനി അത് നമ്മ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് മിൽക്ക് അത് നമ്മ ആക്കിയിട്ട് ഒരു സാധനം ചോക്ലേറ്റിൻ്റെ അത് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി പിടിക്കാനാണ് അങ്ങനെ ചെയ്ത് വെച്ചത്. ഇത് അടിയിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അല്ലാണ്ടത്. പക്ഷെ ഇത് ചായക്കൊക്കെ കൂട്ടാൻ ഇങ്ങനെ കഴിക്കണമെങ്കിൽ നല്ല ഉണ്ടാട്ടേനു. ഇതിൻ്റെ മിത്ത് ചോക്ലേറ്റ് കഴിച്ചപ്പോൾ ആരും കഴിക്കുന്നില്ല. അങ്ങനെയാണ് അവസ്ഥ. ഉമ്മ പറഞ്ഞു അങ്ങനെ ഉമ്മക്കൊന്നും കഴിക്കാനും ഇഷ്ടപ്പെട്ടില്ല. ചോക്ലേറ്റും ഹോർലിക്സ് പൊടിയും പാലും പക്ഷെ നല്ല ഉണ്ടായിട്ടോ കഴിക്കുമ്പോൾ ഇങ്ങനെ. പക്ഷെ അതിലേക്ക് കൂട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു എന്തോ ചോക്ലേറ്റിൻ്റെ മണം കുത്തരും. അത് ഇഷ്ടപ്പെട്ടില്ല. ഇത് മാത്രം കഴിക്കാൻ നല്ലതാണ്. ഞാൻ ഇങ്ങനെ സൈഡ് ക്രിസ്പി എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പകുതിയോളം കഴിഞ്ഞ് ചൂടാറിയിട്ട് അതിന് മുകളിലേക്ക് വെക്കാന്നാന്ന് വിചാരിച്ചത്. പിന്നെ അത് നല്ല ഇതിൽ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ലാസ്റ്റ് ആക്കിയിട്ട് നല്ല പീസാക്കിയിട്ട് വെച്ച് പിന്നെ അതിന് മിത വെച്ച് ഇങ്ങനെയൊക്കെ സംഭവം ഗായ്സ്. കുറേ വിഷമമുണ്ടായി വെറുതെ ആക്കിയെന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് മെൽറ്റ് മസ്റ്റ് ട്രൈ തന്നെ പറയാം. നല്ല ഇഷ്ടപ്പെട്ടു ഗായ്സ്. നല്ലോണം ടേസ്റ്റ് ഒന്നുമില്ല. എന്താ വെച്ചും ബ്രൗണി ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, വേറെ തന്നെ ടേസ്റ്റാണ്. പക്ഷേ അതിൽ പലതരം ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മങ്ങനെ ഇൻഷാല്ലി നമ്മൾ 2 പേരും ഉണ്ടാവും വ്ളോഗിൽ. ഞാനും എൻ്റെ സിസ്റ്ററും. സോ പിന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇൻഷാല്ല. സോ പിന്നെ ഞാൻ അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ പറയാം കേട്ടോ. അപ്പം പിന്നെ ഇതിൽ പറയേണ്ട ആവശ്യമാണ്. അപ്പം ഇത് നമ്മളിപ്പോൾ തിന്നിട്ട് രാത്രി ഇങ്ങനെ തിന്നണം തോന്നിയിട്ട് ഇപ്പോൾ ഏകദേശം സമയം നോക്കാം ഗൈസ്. സമയം നോക്കുമ്പോൾ ക്യാമറ കട്ടായി ഗൈസ്. 11 കാലമായിട്ടുണ്ട് ഗൈസ്. ക്രേവിങ് തോന്നിയിട്ട് പിന്നില്ല ഗൈസ്. ക്രേവിങ് തോന്നിയിട്ട് ഉണ്ടാക്കി കഴിക്കണം തോന്നിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചതാണ്. സോ ദിസ് ഇസ് ഗുഡ്. അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് വിശേഷങ്ങളൊക്കെ പിന്നെ ഞാനിനി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനൊക്കെ നോക്കുന്നുണ്ട് ഇൻഷാല്ലാ. നിങ്ങൾ മാക്സിമം ഇതൊക്കെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഇതാ ഇപ്പോൾ ഓൾറെഡി ചോക്ലേറ്റ് എല്ലാത്തിലും ഉള്ളിൽ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോ ഇതെന്തായാലും കഴിയും, എന്തായാലും ഉറപ്പായിട്ട് കഴിയും. എല്ലാവരും കഴിച്ചിട്ട് കഴിയും. അതിൻ്റെ അടുത്തത് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പം ഇനിയിപ്പോൾ നമുക്കൊന്നുമില്ല, ജസ്റ്റ് ഇത് കഴിച്ചിട്ട് ചിലപ്പം
ഇവിടെ നല്ല എന്താ പറയുന്നത് നങ്ക് ഫ്രൈ ഒക്കെ ആക്കുന്നുണ്ട്. പിന്നെ ചോറൊക്കെയാണ് വെക്കുന്നത്. ചോറ് കഴിക്കുന്ന തോന്നില്ല, നോക്കട്ടെ. ചിലപ്പോൾ ഇത് കഴിക്കും, അല്ലെങ്കിൽ സോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതന്നെയാണ്, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൊടുക്കും. ഫുഡൊക്കെ കഴിക്കും കേട്ടോ നല്ലോണം. അങ്ങനെയല്ല ഗൈസ്, ഫുഡൊക്കെ നമുക്ക് തോന്നുമ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ അങ്ങനെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് കടുക്കും. വേറെന്ത് ഗൈസ്, ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, അത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ ഇത്രയാണ് എൻ്റെ വ്ളോഗ്. വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രക്കാണ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നതിലേക്കും ബൈ.